ആ സ്നേഹധാരയിലാമഗ്നരാകുവാൻ എന്തേ മടിക്കുന്നു നിങ്ങൾ? നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കുന്നതെന്ന് ഇന്ന് ഗോസ്പൽ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ ഗോസ്പലിൽ ഒരുവൻ യേശുവിനോട് വന്നിട്ട് പറയുകയാണ്, കർത്താവെ, ഞാൻ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഇത് ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് എന്തുത്തരം പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ യേശു അവനോട് പറയുന്നത്, നീ കുറേ നിയമങ്ങൾ പാലിക്കണം. പ്രമാണങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇങ്ങനെ അക്കമിട്ട് യേശു ഓരോ നിയമങ്ങളും ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അവൻ്റെ തിരിച്ചുള്ള മറുപടി വളരെ രസകരമാണ്. കർത്താവ്, ഇതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ഈ യുവാവിനെ. കാര്യം, എൻ്റെ സെമിനാരിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, സ്റ്റുഡൻസ് പാലിക്കേണ്ട ചില നിയമങ്ങളൊക്കെ. 19 നിയമങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒരു 14 വർഷം മുമ്പ് ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോഴും ഈ നിയമം തന്നെയാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്കും ഇതേ നിയമം തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും നല്ല വൈദിക വിദ്യാർത്ഥികളെന്ന് അറിയപ്പെടും. കാരണം എല്ലാ ജീവിത സാഹചര്യങ്ങളിലെയും ഒരു സംഗ്രഹമാണ് ഈ 19 നിയമങ്ങൾ. എഴുതപ്പെട്ട നിയമങ്ങളൊക്കെ പാലിച്ചെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല സെമിനാരിക്കാരനെന്ന് ഞങ്ങൾ വിധി എഴുതും. ഇന്നത്തെ ഗോസ്പലിൽ അങ്ങനെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നൊരു യുവാവാണ്. ഇത്രയും ഭാഗം വായിച്ചപ്പോൾ ഞാൻ കരുതിയത്, ഇങ്ങനൊരു ആളെ, ഇതുപോലെ എഴുതപ്പെട്ട നിയമങ്ങളൊക്കെ പാലിക്കുന്ന ഒരാൾ എൻ്റെ സെമിനാരിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ബെസ്റ്റ് സെമിനാരിക്കാരനായിട്ട് ആ വർഷം ഡിക്ലെയർ ചെയ്യുമായിരുന്നു. കാര്യം എല്ലാ നിയമങ്ങളും അവൻ പാലിക്കുന്നുണ്ടല്ലോ. അതൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് അവൻ കൈകാര്യം ചെയ്തത്. അങ്ങനെ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പാലിക്കുന്നൊരു യുവാവ് ഇവന് അച്ഛനാക്കാൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കണ്ണുകളാണ്. നമ്മൾ ഒരാളെ കൃത്യമായിട്ട് വിലയിരുത്തുന്നത് എഴുതപ്പെട്ട ചില കാര്യങ്ങളിലൂടെയൊക്കെയാണ്. പക്ഷേ അതോടുകൂടി എല്ലാം തീരുന്നറിയുമ്പോൾ യേശു അവിടെ തീർക്കുന്നില്ല. പിന്നീടാണ് യേശുവിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നത്. യേശുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. അതാണൊരു കുറവ്. ഈ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ നീ കൃത്യമായിട്ട് പാലിക്കുന്നു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ എങ്കിലും നീ പാലിക്കാത്തൊരു കാര്യമുണ്ട്. നീ സൂക്ഷിച്ചു വയ്ക്കുന്ന നിൻ്റെ സമ്പത്ത്, നീ നിനക്ക് വേണ്ടി കരുതിയ ചില കാര്യങ്ങൾ, അതും കൂടി നീ കളഞ്ഞിട്ട് വാ. അവിടെയാണ് നീ നല്ലൊരു ക്രിസ്ത്യനായിട്ട് മാറുന്നത്. പക്ഷെ അവന് പറ്റിയില്ല. ഗോസ്പൽ വായിക്കുമ്പോൾ വളരെ സങ്കടത്തോടെയാണ് ആ സുവിശേഷ ഭാഗം അവസാനിച്ചത്. അവൻ മടങ്ങിപ്പോയി. എങ്ങനെ? ക്രിസ്തുവിനെ കാണാൻ വന്നതിനേക്കാളും ഭാരപ്പെട്ട് അവൻ തിരിച്ചു നടന്നുപോയി. ഒരു കാര്യം ഈ ഗോസ്പൽ വായിച്ചപ്പോൾ എനിക്ക് തെളിച്ചം കിട്ടി. ക്രിസ്തുവിനെ കണ്ടവരെല്ലാവരും അങ്ങനെ സന്തോഷിച്ച് കടന്നു പോയിരുന്നതല്ല. സുവിശേഷത്തിലൊരാൾ എന്തുമാത്രം ഭാരപ്പെട്ടാണ് പിന്നീട് കടന്നു പോയത്. അവന് പറ്റിയില്ല. അവനുള്ളതെല്ലാം ദരിദ്രർ കൊടുക്കാനോ വിറ്റുകളയാനോ നഷ്ടപ്പെടുത്താനോ അവന് സാധിച്ചില്ല. പ്രിയമുള്ളവരെയും, ഇത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു തെളിച്ചമാണ്. എല്ലാ നിയമങ്ങളും പാലിക്കുന്നുവെന്ന് നമ്മൾ കരുതുമ്പോഴും മനുഷ്യരുടെ കണ്ണിൽ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നുവെന്ന് ചിന്തിക്കുമ്പോഴും അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ദൈവം ചിന്തിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അത് എഴുതപ്പെട്ടതല്ല, അവൻ്റെ ഹൃദയം കൊണ്ട് രചിക്കപ്പെട്ടതാണ്. അതൊക്കെ പാലിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്ന് ഓർക്കണം, ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ടില്ലേ നമുക്ക് വേണ്ടി. ആ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെയാണ് ജീവിതത്തിൽ നമുക്കുള്ളൊരു കുറവ്. എല്ലാ മനുഷ്യർക്കും ഒരു കുറവുണ്ട്. അത് യേശുവിൻ്റെ മുമ്പിൽ വന്ന ഈ മനുഷ്യൻ എല്ലാ മനുഷ്യരുടെയും ഒരു സാധ്യതയാണ്. കർത്താവ് ഒരുപക്ഷെ നമ്മളെ നോക്കി പറയുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. നമ്മുടെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ഒക്കെ നമ്മൾ ചെയ്തു പോകുന്ന ചില കുറവുകൾ. ആ കുറവ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിലെ അവകാശികളാണ്. എന്തുകൊണ്ടാണ് ആ കുറവിനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നത്? എന്തോ എൻ്റെ കയ്യിലുണ്ട് എന്ന് കരുതുന്നത് അതും കൂടി നഷ്ടപ്പെടുത്താൻ എന്തുകൊണ്ട് നമ്മൾ മടി കാണിക്കുന്നു? പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പൽ നമുക്കെല്ലാവർക്കും ഒരു ഐ ഓപ്പണിംഗ് ആണ്. നമ്മളെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല മനുഷ്യരെന്നും പ്രാർത്ഥിക്കുന്നവരെന്നും ചിന്തിക്കുന്നവരെന്നും അധ്വാനിക്കുന്നവരെന്നൊക്കെ മനുഷ്യർ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കണ്ണിൽ നമുക്കൊരു കുറവുണ്ടെങ്കിലോ പിന്നീട് ഏറ്റവും ഭാരപ്പെട്ട മനുഷ്യരായി നമ്മൾ തിരിഞ്ഞു പോകേണ്ടി വരും. കർത്താവ് ആഗ്രഹിക്കുന്ന ആ കുറവ് കൂടി നമുക്കില്ലാതിരിക്കട്ടെ. എന്തായിരിക്കും ആ കുറവ് എന്ന് ധ്യാനിക്കുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൈനീട്ടി നിന്നെ വിളിക്കുമ്പോൾ നീ എന്തേ മാറി നിൽക്കുന്നു? കർത്താവ് കൈനീട്ടി നിന്നെ വിളിക്കുമ്പോൾ നീ എന്തേ മാറി നിൽക്കുന്നു?
നിൽക്കുന്നു. നിൻ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാൻ അവിടുന്നു കാത്തു നിൽക്കുന്നു. നിന്നെ അലിവോടെ നോക്കി നിൽക്കുന്നു. കർത്താവ് കൈ നീട്ടി നിന്നെ വിളിക്കുമ്പോൾ നീ എന്തേ മാറി നിൽക്കുന്നു? നിൻ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാൻ അവിടുന്നു കാത്തു നിൽക്കുന്നു. നിന്നെ അലിവോടെ നോക്കി നിൽക്കുന്നു. നിന്നെ അലിവോടെ നോക്കി നിൽക്കുന്നു. ആ സ്നേഹധാരയിലാമഗ്നരാകുവാൻ എന്തേ മടിക്കുന്നു നിങ്ങൾ? ആ സ്നേഹധാരയിലാമഗ്നരാകുവാൻ എന്തേ മടിക്കുന്നു നിങ്ങൾ? സ്വർഗം നമുക്കായി തുറന്നു നൽകിയിടുവാൻ സ്വർഗീയനാഥൻ വരുന്നു. സ്വർഗം നമുക്കായി തുറന്നു നൽകിയിടുവാൻ സ്വർഗീയനാഥൻ വരുന്നു. സ്വർഗീയനാഥൻ വരുന്നു. കർത്താവ് കൈ നീട്ടി നിന്നെ വിളിക്കുമ്പോൾ നീ എന്തേ മാറി നിൽക്കുന്നു? നിൻ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാൻ അവിടുന്നു കാത്തു നിൽക്കുന്നു. നിന്നെ അലിവോടെ നോക്കി നിൽക്കുന്നു. കാർമേഘമകലുന്നു, കൂരിരുൾ മായുന്നു യേശുവിൽ വിശ്വസിക്കുമ്പോൾ. കാർമേഘമകലുന്നു, കൂരിരുൾ മായുന്നു യേശുവിൽ വിശ്വസിക്കുമ്പോൾ. ഈശോ വസിക്കും കുടുംബത്തിലെന്നും ശാശ്വത സൗഖ്യം പുലരും. ഈശോ വസിക്കും കുടുംബത്തിലെന്നും ശാശ്വത സൗഖ്യം പുലരും. ശാശ്വത സൗഖ്യം പുലരും. കർത്താവ് കൈ നീട്ടി നിന്നെ വിളിക്കുമ്പോൾ നീ എന്തേ മാറി നിൽക്കുന്നു? കർത്താവ് കൈ നീട്ടി നിന്നെ വിളിക്കുമ്പോൾ നീ എന്തേ മാറി നിൽക്കുന്നു? നിൻ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാൻ അവിടുന്നു കാത്തു നിൽക്കുന്നു. നിന്നെ അലിവോടെ നോക്കി നിൽക്കുന്നു. നിന്നെ അലിവോടെ നോക്കി നിൽക്കുന്നു.